ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളാം രണ്ടിന്റെയും പെണ്ണന്വേഷണം. ഇനി പെണ്ണെന്ന് പറഞ്ഞ് ഇറങ്ങിയ രണ്ടിനെ കൊന്നുകളെ ഞാൻ. ഈ കിളവൻ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ അറിയാമായിരുന്നു സംഗതി കുളമാകും. അവൾക്ക് ഭ്രാന്തായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ മിണ്ടരുത് ജീവ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വേണ്ട, ഇതുവരെ തന്ന ഐഡിയൊക്കെ മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എനിക്ക് ഭാര്യയില്ല, ഒരു പുല്ലുമില്ല എന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. ജീവ, എടുത്തിയാട്ടം കാണിക്കരുത്, അത് അപകടമാണ്. എനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട്. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ ആര് കെട്ടൂടാ? നിന്റെ തന്ത കെട്ടൂടാ? തന്തയ്ക്ക് പറഞ്ഞാലോ? ജീവ, ഒരേ ഒരു ചാൻസ് കൂടി താ. എന്തിന്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ജീവ, ഒരു ചാൻസ്. ജീവ, ഞാൻ പറയുന്നു. മോനെ അയ്യോ കരയല്ലേ കരയല്ലേ കരയല്ലേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരാ നിങ്ങള്? ഞങ്ങൾ പിന്നെ അഡോപ്റ്റ് ചെയ്യാൻ വന്നതാ. എങ്ങനെ 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 ഒന്നുകൂടി പറഞ്ഞേ. എന്റെ മോനെ ഒരുമാതിരി. എന്താ ഇത്? മിസ്റ്റർ, മര്യാദകൾ കാണിക്കരുത്. എന്താ ഇവിടെ ജീവൻ? എന്താ ഇവിടെ പ്രശ്നം? അച്ഛോ, ഒരുമാതിരി അച്ഛന്മാരുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. എന്താ ജീവൻ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നുകൊണ്ട് അച്ഛന്റെ കളി പൊളിഞ്ഞു. എന്റെ കളിയോ? എന്ത് കളി? ഇയാൾ ആരാ? ഞാനിവന്റെ തന്ത. എന്ത് കൂത്താ താനീ കാണിക്കുന്നത്? അച്ഛോ, ഇവൻ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അച്ഛൻ സമ്മതിച്ചതാ. എന്നിട്ട് ഈ കാണിക്കുന്നത് എന്താ? അന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഓർഫനേജിൽ ചില ബൈലോസും ഫോർമാലിറ്റീസും ഉണ്ടെന്ന്. അത് താൻ മറന്നു. നിങ്ങൾ അല്പസമയം ഓഫീസിൽ നിന്ന് സിസ്റ്റർ കുഞ്ഞിനെ അതുകൊണ്ടു വാ. ജീവൻ വന്നേ. അവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്, കുട്ടികളില്ല. അവനെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാ ഫോർമാലിറ്റീസും ഒക്കെയാണ്. മാത്രമല്ല ജില്ലാ കളക്ടറുടെ ശുപാർശയുണ്ട്. നിയമം നോക്കിയാൽ അവരിന്ന് ഈ നിമിഷം ആവശ്യപ്പെട്ടാൽ അവനെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാനത് ചെയ്യാത്തത് തന്നോട് എനിക്ക് തോന്നിയ അടുപ്പം കൊണ്ടാണ്. ഇനി ഒരു 24 മണിക്കൂർ കൂടിയേ എനിക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ബാംഗ്ലൂരിൽ തന്റെ ഭാര്യ വന്നില്ലേ? അത് പിന്നെ അച്ഛോ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ എന്നോട് തോന്നിയ അടുപ്പം കുറയരുത്. എനിക്ക് ഭാര്യ. മധു വന്നു. മധു. ഏത് മധു? ഭാര്യ വരാൻ ലേറ്റ് ആയതിന്റെ ദേഷ്യ. വേറെ ഏത് മധു? നിന്റെ ഭാര്യ മാധുരി മധു. നീ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഓണം വന്നു. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു ഫാദർ. ശത്രു, നീ വെറുതെ നുണ പറയരുത്. നുണയല്ല, സത്യമായിട്ടും വന്നു. പെണ്ണിനെ കിട്ടിയോ? കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. കിട്ടിയില്ല. ഉപയോഗമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കരുതെന്ന് പഴമക്കാര് പറയുന്നത് ശരിയാ. അതിന് ഉപയോഗമില്ലാത്തൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ. ജീവ, നീ എന്തായി കാണിക്കുന്നേ? മിണ്ടിപ്പോരുത്. വീണ്ടും നുണ പറഞ്ഞ് നീ എന്നെ വിധിയാക്കിയായിരുന്നല്ലോടാ. നീ അച്ഛനോട് സത്യം പറഞ്ഞ ഒരിക്കലും നിനക്ക് ആ കുട്ടിയെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു നുണ കൂടി പറഞ്ഞത്. 5-8 കൊല്ലം മുമ്പ് ഇതേപോലൊരു സ്ഥലത്ത് കാലിയായ പോക്കറ്റും ഒഴിഞ്ഞ വയറുമായി നടുറോട്ടിൽ പകച്ചു നിന്നിരുന്ന നിന്നെ കൂട്ടിക്കൊണ്ടുപോയൊരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുകിടന്ന് എന്നെ കുരങ്ങ് കളിപ്പിച്ചു വേണം നിനക്ക് സഹായിക്കാൻ. അല്ലടാ, എനിക്ക് തന്നെ കാണണ്ട. വയ്ക്കോ. ശരിയാ, തെരുവിൽ കിടന്ന് എന്നെ ഇത്രയൊക്കെ ആക്കിയത് നീയാ. തിരിച്ച് അതേ തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള അവകാശം നിനക്കുണ്ട്. ഞാൻ പറഞ്ഞ നീ പോകൂടാ. എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ? സോറിടാ, ഞാൻ ആകെ അപ്സെറ്റായി പോയി. അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലേ? 24 മണിക്കൂർ. അതിനുള്ളിൽ എന്ത് അത്ഭുതം സംഭവിക്കാം. അവനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, തീർച്ച. നീ സമാധാനമായിരിക്കെ. കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഐ ഹാവ് നോ ഹോപ്പ്. ആരാ ഈ രാത്രി നേരത്ത്?
കാണുന്നില്ലല്ലോ. കാറിന്റെ ഓണടി അല്ലേ ഞാൻ കേട്ടത്? അത് ഞാനയുടെ ചിഹ്നം വിളിയാവോ? വേണ്ട. എന്താ ഓലോച്ച പൗലോസേട്ടാ? എന്തുപറ്റി? പൗലോസേട്ടാ എന്താ? ഓലോച്ച ഏ? അവിടെ ഒരു ഇവിടെ ഇങ്ങ ആരെയും കാണുന്നില്ലല്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ. മുടി ഇങ്ങനെ അഴിച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശം വരച്ച് കിടന്ന് ഉറപ്പണോ മാപ്പിളെ? എന്താണോ? ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരക്കൊതി മാറിയിട്ടില്ല. ഇവ തോക്കിലുണ്ടിണ്ട. എന്തിനാ? എനിക്ക് ആത്മഹത്യ ചെയ്യാനാ. നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ? ആരടി നീ? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? നോക്കി നിൽക്കാതെ മദാമയെ വെടിവെക്കും ജീവ. മദാമ മണ്ണാൻ കട്ട അല്ലേ? സത്യം പറഞ്ഞോണം. എന്തിനാടി ഇതിനകത്ത് കയറിയത്? പറയടി. ഒന്നുകൂടെ ഞാൻ നിന്ന് മോങ്ങാതെ പറയടി. ആരാ നീ? എങ്ങനെ ഈ വണ്ടിക്കകത്ത് വന്നു? എന്റെ പേര് ഹേമ. ഞാൻ മൈസൂർക്ക് പോകാൻ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതാ. അവിടെ വന്നപ്പോഴാ അറിഞ്ഞത് ലാസ്റ്റ് ബസ്സും പോയിന്ന്. കാലത്തുള്ള ഫസ്റ്റ് ബസ് ഇനി മൈസൂർക്കുള്ളൂന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. എന്നെ പോലൊരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നാലുള്ള അവസ്ഥ അറിയാലോ. ചിലരുടെ നോട്ടം കണ്ടപ്പോ രക്ഷപ്പെടാൻ ഞാൻ ഒരു മാർഗ്ഗേ കണ്ടുള്ളൂ. റോഡിൽ നിർത്തിയിട്ടിരുന്ന ഈ വണ്ടി ഞാൻ അതിൽ കയറിയിരുന്നു. വണ്ടി കയറിയിട്ട് ഇത്രയും നേരം നീ എന്താടി മിണ്ടായിരുന്നത്? നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയ പാടെ ഞാൻ ഉറങ്ങിപ്പോയി. ആട്ടെ, കുട്ടിയുടെ വീട് എവിടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് വീടും സ്വന്തക്കാരും ഒന്നുമില്ല. ഞാൻ കോയമ്പത്തൂർ ഒരു വീട്ടില് കുട്ടിയെ നോക്കാൻ നിൽക്കുകയായിരുന്നു. അവിടുത്തെ സാറിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റമായി. ആ സാറ് മൈസൂരുള്ള ഒരു സാറിന്റെ അഡ്രസ് തന്നു. അവിടെ കുട്ടിയെ നോക്കാൻ ഒരു ആയ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ. നിന്നെ കണ്ടിട്ടൊരു വേലക്കാരിയാണെന്ന് തോന്നണില്ലല്ലോ. ഇത്തിരി കാണാൻ കൊള്ളാവുന്ന മുഖം ഉണ്ടായി പോയത് എന്റെ തെറ്റാണോ സാർ? പിന്നെ ഞാനിട്ടിരിക്കുന്ന ഈ നല്ല ഡ്രസ്സൊക്കെ ഞാൻ നിന്ന വീട്ടിലെ കൊച്ചമ്മയുടേതാ. അടിച്ചു മാറ്റിയതാണോ? അയ്യോ അല്ല, അവര് തന്നതാ. എങ്ങോട്ടേക്കാന്ന് വെച്ചാ പോയിക്കോടി. ജീവ ഒന്ന് വന്നേ. ഈ പാതിരാക്കി ഒരു പെൺകുട്ടിയെ തനിച്ച് പറഞ്ഞയക്കുന്നത് ശരിയല്ല. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുടിയും നഖവും മാത്രമേ ഉണ്ടാവുള്ളൂ. പൗലോസേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പ് എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോണം. മനസ്സിലായോ? ഇവിടെ വണ്ടി തന്നെ കിടന്നോട്ടെ. ഈ തണുപ്പത്ത് ഒരു മനുഷ്യക്കുട്ടിയെ പുറത്ത് കിടത്തുന്നത് മഹാപാപ. അവൾ അകത്ത് കിടന്നോട്ടെ. വടാ. ജീവ, എന്താ? അവളെ നാളെ രാവിലെ തന്നെ പറഞ്ഞു വിടണോ? പിന്നല്ലാണ്ട് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷായിട്ട് പറഞ്ഞു വിട്ട പോലെ. ഓ, വയസ്സുകാലത്തെ കിളവന്റെ ഒരു ഞാൻ പറഞ്ഞത് ആർത്ഥത്തിലല്ല. പിന്നെ ദൈവമാണ് ഇപ്പൊ ആ പെണ്ണിനിവിടെ എത്തിച്ചത്. ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന ലക്ഷണമുണ്ട്. നിനക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഭാര്യയും വേണം. ഏത് മനസ്സിലായ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഊരേതാ പേരേതാന്നൊന്നും അറിയാതെ. ഊരും പേരും ജാതകം ഒക്കെ നോക്കാൻ താലി കെട്ടി ഭാര്യയാക്കാനൊന്നുമല്ലല്ലോ. ഭാര്യയായിട്ട് അരമണിക്കൂർ അഭിനയിക്കില്ലേ വേണ്ടു. അത് ശരിയാവൂ? ശരിയാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.
ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ നിന്റെ ഭാര്യയല്ലെന്ന് ഒരു പുരോഹിതനും പറയില്ല.